നമുക്കൊരു പ്ലോട്ട് വാങ്ങിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? അത് ഏറ്റവും പ്രധാനപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് അതിന്റെ ദിക്ക് നോക്കുക. അപ്പൊ ദിക്കെന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഈസ്റ്റ്, അല്ലെങ്കിൽ വെസ്റ്റ്, അല്ലെങ്കിൽ നോർത്ത്, അല്ലെങ്കിൽ സൗത്ത്. അപ്പൊ ഇതാണ് മഹാദിക്കുകളായിട്ട് വാസ്തുവിൽ പറയുന്നത്. അപ്പൊ ഈ ദിക്കിലോട്ട് ദർശനമുള്ള വസ്തുക്കളാണ് ഏറ്റവും നല്ലതായിട്ട് കണക്കാക്കപ്പെടുന്നത്. അപ്പൊ ഈ ദിക്കിലാണോ നോക്കുക. ഫെങ്ഷുയിൽ പറയുന്നു അത് വിധിക്കലാണെങ്കിലും കുഴപ്പമില്ല. അതായത് ദിക്കെന്നുള്ളത് സൗത്ത് ഈസ്റ്റിലോ നോർത്ത് ഈസ്റ്റിലോ അങ്ങനെ ദിക്ക് മാറിയിട്ടാണെങ്കിലും കുഴപ്പമില്ല. പക്ഷെ അതിൽ വീട് പണിയുമ്പോൾ അതിന്റെ ഫ്ലൈങ് സ്റ്റാർ കണക്കെടുക്കുമ്പോൾ നിങ്ങളുടെ വിൽക്കുന്ന വീടിന്റെ എൻട്രൻസിൽ നല്ല ഫ്ലൈങ് സ്റ്റാർ നമ്പറുകൾ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പം അതിന്റെ ഡിഗ്രി എത്രയാണെന്ന് നോക്കിക്കൊണ്ട് ആ ഫ്ലൈങ് സ്റ്റാർ നമ്പർ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ ഫ്ലൈങ് സ്റ്റാർ നല്ല നമ്പർ കിട്ടുമോ എങ്കിലും നോക്കുക. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ വസ്തുവിന്റെ ഷേപ്പ് അത് സ്ക്വയറോ റെക്ടാംഗിൾ ഷേപ്പിൽ വരുന്നതാണ് ഏറ്റവും നല്ലത്. ഒരു കാരണവശാലും ത്രികോണം പോലുള്ള വസ്തുക്കൾ വാങ്ങിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി നിലവില് അതിൽ എന്തെങ്കിലും കിണറോ കാര്യങ്ങളോ ഉണ്ടോ നോക്കുക. പല വസ്തുക്കളിലും കിണറുകൾ ഉണ്ടാവും. ആ കിണർ യഥാസ്ഥാനത്താണോ എന്ന് നോക്കുക. അതായത് യഥാസ്ഥാനത്ത് കിണറെന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് കോർണറിലാണോ കിണറെന്ന് നോക്കുക. അപ്പൊ അതല്ലെന്നുണ്ടെങ്കിൽ ആ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് ഒരു കിണർ ചെയ്തുകൊണ്ട് മറ്റേ കിണറിനെ യഥാവിധി നമുക്ക് ഒഴിവാക്കാം അല്ലെങ്കിൽ മൂടിക്കളയാം. അടുത്തത് ഈ വസ്തുവിന്റെ ചരിവിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പൊ വാസ്തുവിൽ പറയുന്നുണ്ട് കിഴക്കോട്ടോ അല്ലെങ്കിൽ വടക്കോട്ടോ ചരിഞ്ഞ ഭൂമി, അതായത് കന്നിമൂല ഉയർന്ന് ഈശാന കോണ് താഴ്ന്ന ഭൂമിയാണ് ഏറ്റവും നല്ല ഭൂമിയായിട്ട് വാസ്തുവിൽ പറയുന്നുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിച്ചു വേണം എടുക്കാൻ. അതേ കണക്ക് തന്നെ T റോഡുകൾ ഈ വസ്തുവിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു റോഡ് വന്ന് ഇതിനകത്തോട്ട് ഹിറ്റ് ചെയ്യുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കണം. പിന്നെ ഒരു സ്ഥലത്ത് നമ്മളൊരു ലാൻഡ് എടുക്കാൻ പോകുമ്പോൾ അതിന്റെ ചുറ്റുമുള്ള മറ്റ് വീടുകളുടെ എനർജിയെയും അത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വീടുകളിലും ചില ഏരിയകളിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട എല്ലാ വീടുകളും ഒരു ലോ ലെവലിലുള്ള വീടുകളായിരിക്കും. കാരണം ആ ലാൻഡിന്റെ ആ ഏരിയയിൽ മൊത്തത്തിലുള്ള ഒരു എനർജിയും ഒരുപക്ഷെ മോശമാവാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് നമുക്കൊരു ലാൻഡ് തിരഞ്ഞെടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്ക് വീട് വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു 3-4 കാര്യങ്ങളും കൂടെ നോക്കാം. നമ്മൾ എപ്പോഴും വീട് വെച്ചാലും ഒന്നുകിൽ അത് സ്ക്വയർ ആയിരിക്കണം, അല്ലെങ്കിൽ റെക്ടാംഗിൾ ആയിരിക്കണം. അതിന്റെ ആ ലാൻഡിൽ സൗത്തിൽ ഏറ്റവും മുറ്റം കുറച്ച് അതിനേക്കാൾ ഒരു അല്പം കൂട്ടി വെസ്റ്റിൽ കൊടുത്ത് ആ രീതിക്ക് വേണം ആ ലാൻഡിൽ നമ്മൾ വീട് വെക്കാനായിട്ട്. അതായത് നോർത്തും ഈസ്റ്റും ഒരുപാട് മുറ്റം ഉണ്ടായിരിക്കണം. അതേസമയം സൗത്തും വെസ്റ്റും മുറ്റം വളരെ കുറവായിരിക്കണം. ഇനി ആ വസ്തുവിലേക്ക് കടക്കുന്ന അല്ലെങ്കിൽ ആ വസ്തുവിലേക്ക് പ്രവേശിക്കുന്ന ഗേറ്റിന്റെ സ്ഥാനം ഉച്ചഭാഗത്തായിരിക്കണം. അപ്പൊ 4 സൈഡിലുള്ള ഉച്ചങ്ങൾ ഞാൻ പറയാം. നേരത്തെ ഒരുപാട് പ്രോഗ്രാമുകൾ പറയുന്നുണ്ട്, അത് ആദ്യമായിട്ട് കാണുന്നവർക്ക് ഇത് ഗുണം ചെയ്യും. സൗത്ത് ദർശനമാണെങ്കിൽ സൗത്ത് വെസ്റ്റിൽ നിന്നും സൗത്ത് ഈസ്റ്റ് വരെയുള്ള ഫുള്ള് നീളം എടുത്ത് അതിന്റെ പകുതി എടുത്ത് അതിന്റെ പകുതിയിൽ നിന്നും സൗത്ത് ഈസ്റ്റ് ഭാഗത്തേക്കായിരിക്കണം ഗേറ്റ് കൊടുക്കേണ്ടത്. ഈസ്റ്റിലാണെങ്കിലോ സൗത്ത് ഈസ്റ്റിൽ നിന്നും നോർത്ത് ഈസ്റ്റ് വരെയുള്ള നീളം എടുക്കുക, അതിന്റെ പകുതി എടുക്കുക, ആ പകുതിയിൽ നിന്നും നോർത്ത് ഈസ്റ്റിലേക്ക് നമുക്ക് കൊടുക്കാം. അത് നോർത്തിലാണെങ്കിലോ നോർത്ത് വെസ്റ്റ് കോർണറിൽ നിന്നും നോർത്ത് ഈസ്റ്റ് കോർണറിലുള്ള നീളം എടുക്കുക, അതിന്റെ പകുതി എടുക്കുക, പകുതിയിൽ നിന്ന് നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് കൊടുക്കും. വെസ്റ്റിലാണെങ്കിലോ സൗത്ത് വെസ്റ്റിൽ നിന്നും നോർത്ത് വെസ്റ്റ് വരെയുള്ള നീളം എടുക്കുക, അതിന്റെ പകുതി എടുക്കുക, അതിന്റെ പകുതിയിൽ നിന്ന് നോർത്ത് വെസ്റ്റ് ഭാഗത്തേക്ക് നമുക്ക് ഗേറ്റ് കൊടുക്കാം. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ലാൻഡ് തിരഞ്ഞെടുക്കാം. ആ ലാൻഡിൽ ഇന്ന രീതിയിൽ നമുക്ക് വീടുകൾ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി നമുക്ക് ഫെങ്ഷുയിൽ ഉപയോഗിക്കാവുന്ന ഒരു 5 പ്രധാനപ്പെട്ട ടൂളുകൾ നോക്കാം. ഒന്ന്, നമുക്കൊരു വിൻചെയിംസ് ഉപയോഗിക്കാം. ഗൃഹനാഥന്റെ അഭിവൃദ്ധിക്കായിട്ട് വീടിന്റെ നോർത്ത് വെസ്റ്റ് കോർണറിൽ നമുക്കിത് സ്ഥാപിക്കാം. 2, എല്ലാ വീടിന്റെയും ഒരു പോസിറ്റീവ് എനർജിക്ക് വേണ്ടിയിട്ടും ഒത്തിരി സൗഭാഗ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നല്ലൊരു ലാഫിൻ ബുദ്ധയുടെ സ്റ്റാച്ചു നമുക്ക് ലിവിംഗ് റൂമിൽ വെക്കാം. വീട്ടിലേക്ക് സമ്പത്ത് കൊണ്ടുവരാനായിട്ട് ഒരു മണി ഫ്രോഗിനെ നമുക്ക് വെക്കാം. പ്രധാന ഡോറിൽ നിന്നും വീട്ടിനുള്ളിലേക്ക് കടന്നു വരുന്ന രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു മണി ഫ്രോഗിനെ വെക്കാം. ഇതിന്റെ ചുണ്ടിൽ നമുക്കൊരു ചൈനീസ് കോയിനും വെച്ചു കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ദൃഷ്ടി തട്ടാതിരിക്കാനായിട്ട് പ്രധാന വാതിലിന് സമീപത്ത് ഇത്തരത്തിലുള്ള ഒരു ടർക്കിഷ് ബ്ലൂ ഐ സ്ഥാപിക്കാം. കപ്പിൾസിന്റെ ഐക്യത്തിന് വേണ്ടിയിട്ട് സൗത്ത് വെസ്റ്റ് കോർണറിൽ ഒരു ജോഡി മണ്ടേരിയൻ ഡക്സ് വെക്കാം. ഇത് വിവാഹത്തിനും നല്ലൊരു ടൂളായിട്ട് ഫെങ്ഷുയിൽ കണക്കാക്കുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്തേ.